Hi guys, welcome back. Finally, it's the festive season. ഇന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഭയങ്കരമായിട്ട് ഈ പറയുന്ന ഫെസ്റ്റിവൽസ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഒരിക്കലുമല്ല, ബട്ട് ഐ ലവ് ക്രിയേറ്റിംഗ് ഫെസ്റ്റീവ് മേക്കപ്പ് കോണ്ടന്റ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ഈ ഒരു ലുക്കാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ആസ് യു കെൻ സീ ഇറ്റ്സ് എ വെരി സിമ്പിൾ യെറ്റ് മിനിമൽ ലുക്ക്, ബട്ട് ഇറ്റ് ഹാസ് എ പഫ് ഓഫ് കളർ. ദാറ്റ് ഈസ് മൈ സ്റ്റൈൽ. ഓക്കെ, സോ യെസ്, ഇന്ന് ഞാൻ ഈ ലുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുത്തു എന്നറിയണമെങ്കിൽ കീപ് വാച്ചിങ് ദ വീഡിയോ. സോ ഞാൻ എൻ്റെ സ്കിൻ പ്രെപ്പ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡയറക്റ്റ് മേക്കപ്പിലേക്ക് കടക്കാം. ഞാൻ ഫസ്റ്റ് ഈ NYBൻ്റെ കൺസീലർ പാലറ്റിലുള്ള കൺസീലറാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. യു ഗൈസ് നോ ഇറ്റ്സ് മൈ ഫേവറേറ്റ്. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ കമ്പാരിറ്റീവ്ലി കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. വേറൊന്നുമല്ല, സാധാരണ ഞാൻ എപ്പോഴും മേക്കപ്പിനെ പറ്റി മാത്രമേ സംസാരിക്കാറ്. പ്ലസ് ഞാനിങ്ങനെ അധികം വോയിസ് ഓവർ ഫോമാറ്റിലൊക്കെ വീഡിയോ ചെയ്യാറ്. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു എന്തോ കുറച്ച് നേരം നിങ്ങളോട് സംസാരിച്ചുകൊണ്ട് വീഡിയോ എടുക്കാൻ ഒരു മൂഡ്. അപ്പോൾ ചോദിച്ചാൽ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന്. ലെറ്റ് മീ നോ ഇഫ് യു ഗൈസ് ലൈക്ക് ദീസ് കൈൻഡ് ഓഫ് വീഡിയോസ്. ഓക്കെ, ആൻഡ് okay, look at that coverage. Okay, it looks weird on camera, but that's okay. We will make this work. എനിക്കറിയില്ല ലൈറ്റ് കാരണമാണോ ഇത് ഇത്ര നേരിട്ട് കാണുമ്പോൾ വലിയ പ്രശ്നമില്ല കേട്ടോ. ബട്ട് യാ, ബൈ ദ വേ, ഞാൻ ഇത് ബ്ലെൻഡ് ചെയ്യുന്ന ടൈം കൊണ്ട് യു ഗൈസ് ടെൽ മീ, നിങ്ങൾ ദിവാലി സെലിബ്രേറ്റ് ചെയ്യാറുണ്ടോ? വേറൊന്നുമല്ല, ഞാൻ ചെയ്യാറില്ല. ബട്ട് പേഴ്സണലി ദാറ്റ്സ് വൺ ഫെസ്റ്റിവൽ ദാറ്റ് ഐ വുഡ് genuinely love to celebrate. എന്താണെന്ന് എനിക്കറിയില്ല. മേ ബി ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഓൾ ദ ലൈറ്റ്സ് ആൻഡ് സ്വീറ്റ്സ് ആൻഡ് എവറിത്തിങ്. എനിക്കൊന്നും അതിനെപ്പറ്റി ഇത് മുന്നേ സംസാരിച്ചിട്ടുണ്ട്. ആൻഡ് യെസ്, ഫോർ സം റീസൺ ഐ ലവ് ദിവാലി. ഞാൻ ഈ പിക്ചേഴ്സും വീഡിയോസൊക്കെ കാണുമ്പോൾ വിചാരിക്കും നമുക്ക് നാട്ടിൽ കൂടി ദിവാലി സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. സോ ടെൽ മീ, ഡു യു ഗൈസ് സെലിബ്രേറ്റ് ദിവാലി? അങ്ങനെയാണെങ്കിൽ ടെൽ മീ എന്തൊക്കെ ടൈപ്പ് ഓഫ് ഫങ്ഷൻസ്, ലൈക്ക് എന്തൊക്കെയാണ് നിങ്ങൾ ദിവാലിക്ക് യൂഷ്വലി ചെയ്യാൻ? ബിക്കോസ് എൻ്റെ അറിവിൽ ദിവാലി ഈസ് ഓൾ അബൌട്ട് ലൈക്ക് ലൈറ്റ്സ് ആൻഡ് സ്റ്റഫ്. സോ അതിലപ്പുറം അതിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഒന്ന് പറഞ്ഞു. ഐ വുഡ് ജെന്യുവൻലി ലവ് ടു നോ. ഓക്കെ, കൺസീലർ ഇസ് ഡൺ ആൻഡ് എന്നെ കാണാൻ ഇപ്പം ഭൂതത്തിനെ പോലെ ഉണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ, നമ്മളിതിനെ റെഡിയാക്കി എടുക്കും. ഓക്കെ, സോ നെക്സ്റ്റ് ഞാൻ ഈ മമാഅർത്തിൻ്റെ ഹൈഡ്രാ ഗ്ലോ ഫുൾ കവറേജ് ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത് ഇൻ ദ ഷെയ്ഡ് ബേജ് ഗ്ലോ. ഡു യു ഗൈസ് നോ, ഞാൻ മമാഅർത്തിൻ്റെ അടുത്ത് നിന്ന് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഫൗണ്ടേഷൻ. ഐ ഹവ് നെവർ ട്രൈഡ് എനി അതർ മമാഅർത്ത് പ്രോഡക്റ്റ്. ആൻഡ് അവരുടെ സ്കിൻ കെയറിനെ പറ്റി അത്ര വലിയ അഭിപ്രായമില്ല. ജസ്റ്റ് ലുക്ക് അറ്റ് ദ ഫോർമുല. ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. എ ലിറ്റിൽ ഗോസ് എ ലോങ് വേ. അവരുടെ സ്കിൻ കെയറിനെ പറ്റിയിട്ട് നിങ്ങൾ പലരോട് പറഞ്ഞു അത്ര പോരാ, ഇറ്റ്സ് നോട്ട് ദാറ്റ് ഗ്രേറ്റ്. സോ എനിക്കെന്തോ സ്കിൻ കെയർ ഒന്നും ട്രൈ ചെയ്യാൻ ഇതിന് തോന്നിയിട്ടുമില്ല. ബട്ട് മേക്കപ്പ് കളക്ഷനെ പറ്റി അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിവ്യൂ ആയിരുന്നു. സോ ഐ തോട്ട് ഐ ഗിവ് ദിസ് എ ഷോട്ട്. ഐ തിങ്ക് ഇത് അവരുടെ പുതിയ പ്രോഡക്റ്റും കൂടി ആണെന്ന് തോന്നുന്നു. സോ യെസ്, ആസ് യു ക്യാൻ സീ നല്ല ഫുൾ കവറേജ് പ്രോഡക്റ്റാണ്. ലൈറ്റ് ഒന്ന് കുറഞ്ഞപ്പോൾ ഫേസ് ഓക്കെ ആയല്ലേ? ഓക്കെ, നൗ ഐ ലുക്ക് ഫൈൻ. എനിവേ, ഐ ജസ്റ്റ് വാണ്ട് ടു ടേക്ക് എ മിനിറ്റ് ആൻഡ് താങ്ക് യു ഗൈസ്. കാരണം നിങ്ങളില്ലായിരുന്നെങ്കിൽ ഈ ഒരു 1 year ടൈം സ്പാനിൽ ഇത്ര കാലം 23,000 മെമ്പർ ഫാമിലി ഒന്നും ഒരിക്കലും എനിക്ക് സ്വപ്നം പോലും കാണാൻ പറ്റില്ലായിരുന്നു. ആൻഡ് ഐ നോ ഇറ്റ്സ് വെരി വെരി ഡിഫിക്കൾട്ട് ടു ഗ്രോ ഓൺ യൂട്യൂബ്. പക്ഷേ ഞാൻ ഇത്രയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് ബിക്കോസ് ഓഫ് യു ഗൈസ്. സോ താങ്ക് യു സോ മച്ച് ഫോർ ദ ലവ് ആൻഡ് സപ്പോർട്ട്. എനിക്കറിയില്ല ഈ 1 year ആവുന്നതോടുകൂടി നിങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട് എനിക്ക്, ലൈക്ക് ഓൺ യൂട്യൂബ്. എന്താ ഞാൻ ചെയ്യേണ്ടത് നിങ്ങൾ പറ. ഐ വുഡ് ലൈക്ക് ടു മേക്ക് എ സ്പെഷ്യൽ വീഡിയോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ലെറ്റ് മീ നോ. ബിക്കോസ് ഐ തിങ്ക് ഞാൻ യൂട്യൂബിൽ ഇതുവരെ അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും ചെയ്തിട്ടില്ല. സോ ലെറ്റ് മീ നോ വാട്ട് യു ഗൈസ് വുഡ് ലൈക്ക് ടു സീ. മേ ബി എനിക്കൊന്ന് 1 year ആവണമെങ്കിൽ November 12th ഞാൻ എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. സോ ആ ദിവസം ഷുഡ് ഐ മേക്ക് some sort of a specific, നിങ്ങൾ പറ എന്തെങ്കിലും സ്പെസിഫിക് വീഡിയോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ let me know. I would love to know that. So yes, thank you so much you guys. Now for my eye makeup, ഞാൻ ഈ Swiss Beauty ൻ്റെ eyeshadow palette ആണ് യൂസ് ചെയ്യുന്നത്. Now this has some really pretty colors. Just look at the color story of this palette. മാത്രമല്ല ഇതിൽ എൻ്റെ ഡ്രസ്സിന് മാച്ച് ആയ ഒരു ഷെയ്ഡും കൂടി ഉണ്ട്. സോ ഫോർ മൈ ഐ ബേസ്, ഞാൻ ആദ്യം ഈ ഒരു ബ്രോൺസർ ഷെയ്ഡ് ഉണ്ടല്ലോ അതെടുത്തിട്ട് ഞാൻ അതെൻ്റെ ഐലിഡ്സിൽ അപ്ലൈ ചെയ്യാണ്. ഇതിൻ്റെ എൻറ്റയർ ഐലിഡ്സിൻ്റെ ബേസ് ആയിരിക്കും. This is gonna be my base plus transition sort of a shade. ഈ ഐസിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം. എങ്ങാനും ഞാൻ യൂസ് ചെയ്യുന്ന ബ്രഷ് ഏതാണെന്ന് അറിയണമെങ്കിൽ ദിസ് ഈസ് ഫ്രം Prosh P07 എന്ന് പറഞ്ഞ ബ്രഷാണ്. ഇറ്റ്സ് വെരി നൈസ്. സോ നെക്സ്റ്റ് ഞാൻ ഈ ഒരു പീകോക്ക് ബ്ലൂ സോർട്ട് ഓഫ് എ ഷെയ്ഡ് എടുക്കുകയാണ്. ഇറ്റ് മാച്ചസ് മൈ ഡ്രസ്. എന്നിട്ട് ഞാൻ ഇതിൻ്റെ ലാഷ് ലൈൻ്റെ മേലെ ഇതുപോലെ പ്ലേസ് ചെയ്യാണ്. ഐ നോ ഇറ്റ്സ് നോട്ട് പെർഫെക്റ്റ്, അവിടെ ചെറുതായിട്ട് സ്മഡ്ജാണ്, ബട്ട് നമുക്കത് റെഡിയാക്കാം ലാസ്റ്റ്. നൗ ഐ എം റിപ്പീറ്റിംഗ് ദ സെയിം തിങ് ഓൺ മൈ അതർ ഐ. എനിക്ക് രണ്ട് കണ്ണും ഒരേപോലെ ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ലൈക്ക് എനിക്ക് എപ്പോഴും ഒന്ന് ഡാർക്ക് ഒന്ന് ലൈറ്റ് ആയതുപോലെയൊക്കെ തോന്നും. ഇനി സ്മഡ്ജായി കിടക്കുന്ന ഐ ഷാഡോ ഉണ്ടല്ലോ അതൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നേരത്തെ യൂസ് ചെയ്ത സെയിം പിന്നെ കൺസീലർ പാലറ്റിൽ നിന്ന് കുറച്ച് കൺസീലർ എടുത്തിട്ട് ഞാൻ ഇതിന് ഇതുപോലൊന്ന് ഇങ്ങനെ കട്ട് ചെയ്യാണ്. സോ ദാറ്റ് അതൊന്ന് നീറ്റാവും. ഓക്കെ, ലൈക്ക് ദിസ്. എന്നിട്ട് ഇതേ ബ്രഷ് വെച്ചിട്ട് ഐ എം ജസ്റ്റ് ഗോണ ബ്ലെൻഡ് ഇറ്റ് ഔട്ട് സോ ദാറ്റ് അതങ്ങനെ ഹാർഷ് ആയിട്ട് കാണില്ല. യു വോണ്ട് ഇറ്റ് ടു ലുക്ക് വെരി സ്മൂത്ത് ആൻഡ്
എന്താ പറയുക, നമ്മൾ ഇത്ര എഫേർട്ട് എടുത്ത് പോലെ തോന്നാൻ പാടില്ല. നേരത്തെ കൺസീലർ ബ്ലെൻഡ് ചെയ്ത സെയിം ബ്രഷ് യൂസ് ചെയ്തിട്ട് ഐ എം ജസ്റ്റ് ഗോണ ഡാബ്. ഓക്കെ, സീ ഇപ്പം നല്ല ഷാർപ്പ് വിങ് ലൈനർ പോലെയല്ലേ. നെക്സ്റ്റ് ഒന്ന് ടൈറ്റ് ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ബ്രഷ് ബ്യൂട്ടീൻ്റെ ബ്ലൂ കളറിൽ വരുന്ന കാജലാണ് യൂസ് ചെയ്യുന്നത്. നൗ ദിസ് ഇസ് നോട്ട് ആസ് ഗുഡ് ആസ് ദി NYB വൺ. അതിൻ്റെ അത്ര പിഗ്മെൻറ്റേഷനും ഇതിനില്ല. ബട്ട് ഇന്ന് എന്തായാലും ബ്ലൂ കളറിൽ വിങ്ഡ് പിന്നെ ഐഷാഡോ വെച്ച് ബ്ലൂ കളറിൽ കൊടുത്തതുകൊണ്ട് ഞാൻ എൻ്റെ ടൈറ്റ് ലൈനിങ്ങും ഇത് വെച്ച് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ബട്ട് എനിവേ വി ആർ ഗോണ ഗോ ഇൻ വിത്ത് ദിസ് ഐലൈനർ ഫ്രം NYB. ഇന്ന് നമുക്ക് ഈ NYBൻ്റെ കാജൽ വെച്ചൊരു ചെറിയ വിങ്ഡ് ലൈനർ കൂടി വരക്കാം. ഗൈസ്, ഐ ലവ് ഡ്രോയിങ് വിങ് ലൈനേഴ്സ്. പക്ഷെ ഒരൊറ്റ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കറക്റ്റായിട്ട് വരയ്ക്കാൻ അറിഞ്ഞൂടാ. അതാണ് എൻ്റെ പ്രശ്നം. ബട്ട് ഈ ഒരു കാജൽ കൊണ്ട് ഇറ്റ്സ് ഈസി എന്നാണ് എനിക്ക് തോന്നിയത്. ഐ വുഡ് ഡെഫിനറ്റ്ലി സജസ്റ്റ് ദിസ് കാജൽ ടു ബിഗിനേഴ്സ് ആസ് വെൽ. ഈസിയാണ് ഇതിനെ കൊണ്ട് വരയ്ക്കാൻ. നമ്മൾ ഈ പ്രിസിഷൻ പെൻസിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നൂലേ, അതുപോലെ. നേരത്തെ നമ്മൾ കട്ട് ചെയ്തില്ലേ, അവിടെ തന്നെ കേട്ടോ ഞാൻ ഇത് വരയ്ക്കുന്നത്, എക്സാക്ട്ലി ആ ലൈനിൻ്റെ മേലെ. സോ ദാറ്റ് ഒരു നമ്മൾ ആ കട്ട് ചെയ്തത് അത്രയും എവിഡൻ്റ് ആയിട്ട് മനസ്സിലാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ തന്നെയാണ് വരയ്ക്കുന്നത്. അതായത് ഐ കനോട്ട് ടോക്ക് വൈൽ ഐ എം ഡ്രോയിങ് മൈ വിങ് ലൈനർ. കോളാവും, അതുകൊണ്ടാണ് ഒന്ന് വിചാരിക്കുന്നത്. ഇനി നമ്മുടെ ഐഷാഡോ പാലറ്റിൽ ആ ഒരു സെയിം ബ്രൗൺ ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് എൻ്റെ ലോവർ ലാഷിലും കൂടി അപ്ലൈ ചെയ്യാണ്. ഇത് ചെയ്യാതിരുന്നാൽ, ലോവർ ലാഷിൽ അപ്ലൈ ചെയ്യാതിരുന്നാൽ ഐ ഡോണ്ട് നോ, ഐ ജസ്റ്റ് ഫീൽ വെരി വിയേർഡ്. എന്തെങ്കിലുമൊക്കെ കളർ താഴെ കൊടുക്കണം, എന്നാൽ മാത്രം നമുക്ക് ആ ഒരു നാച്ചുറൽ ലുക്കിംഗ് ഫീൽ കിട്ടും. ഫോർ മസ്കാര ഈ എസെൻസിൻ്റെ വോള്യൂം സ്റ്റൈലിസ്റ്റ് 18R മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്. യു ഗൈസ് നോ ഐ ലവ് ദിസ്. ഞാനിത് എനിക്ക് തന്നെ 2-3 വീഡിയോസിൽ ഓൾറെഡി ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്, യൂസ് ചെയ്തിട്ടും കാണിച്ചു തന്നിട്ടുണ്ട്. ഇറ്റ്സ് സോ ഗുഡ്. ലൈക്ക് എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഇത് തരും. അത്യാവശ്യം വോള്യൂം തരും, നല്ലോണം ലാഷിന് ലിഫ്റ്റും ചെയ്യും. പ്ലസ് ഇറ്റ് ലാസ്റ്റ്സ് റിയലി വെൽ ആൻഡ് ഇറ്റ്സ് വെരി ഈസി ടു റിമൂവ്. ലൈക്ക് മേക്കപ്പ് റിമൂവ് ചെയ്യുന്ന സമയത്ത് ഇറ്റ്സ് ഈസി. ചില മസ്കാരാസ് റിമൂവ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. നമ്മൾ പലരും ചെയ്യാത്തൊരു കാര്യമാണ് ലോവർ ലാഷിൽ മസ്കാര അപ്ലൈ ചെയ്യാതിരിക്കുക. എന്താണെന്ന് എനിക്കറിയില്ല, പലരും ചെയ്യൂല. ബട്ട് ഐ ലൈക്ക് ഇറ്റ്. ലൈക്ക് ദാറ്റ് ഗിവ്സ് മോർ ലൈഫ് ടു യുവർ മേക്കപ്പ്. ഗൈസ്, ഐ ഡോണ്ട് നോ ഇഫ് യു ക്യാൻ സീ, പക്ഷേ എൻ്റെ മസ്കാര ഇവിടെ താഴെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതുപോലൊരു സ്പൂലി എടുത്തിട്ട് ജസ്റ്റ് അത് ഡ്രൈ ഔട്ട് ആയതിന് ശേഷം സ്പൂലി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി അത് വേഗം പോകും കേട്ടോ, അല്ലെങ്കിൽ അതവിടെ സ്മഡ്ജാവും. ഇവിടെയുണ്ട്. Yeah, it's a small trick, you can use it. So yes, eye look is complete. ഇനി നമുക്ക് ഐബ്രോസ് ഒന്ന് സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാൻ ഈ മാൾസിൻ്റെ മൈക്രോ പ്രിസിഷൻ ബ്രൗ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ദിസ് ഇസ് ഇൻ ദ ബ്രൗൺ വേരിയൻറ്റ്. പേര് പോലെ തന്നെ നല്ല പ്രിസൈസ് ആപ്ലിക്കേഷൻ തന്നൊരു പ്രോഡക്റ്റാണിത്. ആൻഡ് ലുക്ക് അറ്റ് ദ ഫിനിഷ്, ലൈക്ക് നല്ല നാച്ചുറൽ ലുക്കിംഗ് കളറും കൂടിയാണ്. ഐ പേഴ്സണലി പ്രിഫർ ബ്രൗൺ ഓവർ ബ്ലാക്ക് ഫോർ മൈ ഐബ്രോസ്, കാരണം എനിക്ക് അത്രയും കട്ടിയുള്ള ഐബ്രോസ് ഒന്നും ഇല്ല. ആൻഡ് ഇതിൻ്റെ ഒരു പ്രിസിഷൻ കാരണം തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഈ ഫ്രണ്ടിലെ പോർഷൻസും ഫില്ല് ചെയ്യാൻ പറ്റും. നമ്മൾ റിപ്പീറ്റ് ദ സെയിം തിങ് ഓൺ ദി അതർ സൈഡ്. ആദ്യം നമ്മൾ ഈ സ്പാർസ് ഏരിയ ഒന്ന് ഫില്ല് ചെയ്യുക, എന്നിട്ട് വേണം മെല്ലനെ ഉള്ളിലേക്ക് വരാൻ. ഗൈസ്, സോ ഞാൻ ഇന്നലെ ആ വീഡിയോ ഉണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ഫസ്റ്റ് എവർ വീഡിയോ ഓൺ ദിസ് ചാനൽ, ദിവാലി മേക്കപ്പ് ലുക്ക്, ആ വീഡിയോ ഞാൻ ഇന്നലെ ഒന്നുകൂടി കണ്ടു. ആൻഡ് ദാറ്റ് വാസ് സച്ച് എ ബാഡ് വീഡിയോ. ഐ മീൻ ലൈക്ക് ഇപ്പോഴത്തെ എൻ്റെ വീഡിയോസും അതും വെച്ചൊന്ന് കമ്പയർ ചെയ്യുമ്പം ഐ ക്യാൻ സീ ലൈക്ക് എത്ര ചേഞ്ചസ് ഉണ്ട്. ഈവൻ ഇപ്പം ഞാൻ ലൈക്ക് ക്യാമറയുടെ മുന്നിൽ സംസാരിക്കുമ്പോൾ എത്രത്തോളം കംഫർട്ടബിളാണ്. ആ സമയത്ത് ഐ വാസ് ലിറ്ററലി ലൈക്ക് ഓക്കെ, ഞാൻ അടുത്തെന്ത് പറയണം എന്നൊക്കെ ആലോചിച്ച് പറയുന്നതായിരുന്നു. ബട്ട് ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഐ ഫീൽ എ ലോട്ട് മോർ കംഫർട്ടബിൾ ആൻഡ് ഐ എം വെരി വെരി ഹാപ്പി. ലൈക്ക് ഞാൻ എത്രത്തോളം ഞാൻ പഠിച്ചു, എത്രത്തോളം ഞാൻ വളർന്നു എന്നതൊക്കെ ആലോചിക്കുമ്പോൾ ഐ ഫീൽ വെരി ഹാപ്പി. ഓക്കെ ഗൈസ്, വി റിയലി നീഡ് ടു സെറ്റ് ദിസ് ഫേസ്. ഞാൻ സംസാരിച്ച് എവിടെ നിന്നോ എവിടത്തേക്കോ എത്തി. സോ എനിവേ, ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു മൈ ഫേസ്. അപ്പം ഐ ലുക്ക് കംപ്ലീറ്റ് ആണ്. ഇനി നമുക്ക് ഫേസ് ഒന്ന് സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാൻ ഈ ഷുഗറിൻ്റെ ലൂസ് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ദിസ് ഇസ് ഇൻ ദ ഷെയ്ഡ് 15 കാപ്പച്ചിനോ. ഇതുപോലെ വലിയൊരു ബ്രഷ് എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കിടന്ന് സ്വോൾ ചെയ്യുക, എന്നിട്ട് ഡസ്റ്റിംഗ് ഓഫ് ദി എക്സസ്, എന്നിട്ട് ജസ്റ്റ് അണ്ടർ ഐസിൻ്റെ ഏരിയയും എൻ്റെ നോസിൻ്റെ ബ്രിഡ്ജ്, പിന്നെ എൻ്റെ സ്മൈൽ ലൈൻസിൻ്റെ ഏരിയ, അവിടെ മാത്രമേ ഞാൻ സെറ്റ് ചെയ്യുന്നുള്ളൂ. ബിക്കോസ് ഐ ഹാവ് ഡ്രൈ സ്കിൻ. എനിക്ക് ഫേസ് മൊത്തത്തിൽ സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് ഇഫ് യു ഹാവ് ഓയിലി സ്കിൻ, ഫീൽ ഫ്രീ ടു സെറ്റ് യുവർ എൻറ്റയർ ഫേസ് വിത്ത് ദ പൗഡർ. നെക്സ്റ്റ് ഫോർ ബ്ലഷ്, ഞാൻ ഈ ഫേസസ് കാനഡൻ്റെ ബ്ലഷാണ് യൂസ് ചെയ്യുന്നത്. ദിസ് ഇസ് ഇൻ ദ ഷെയ്ഡ്, എനിക്കിതിൻ്റെ ഷെയ്ഡ് നെയിം അറിയില്ല, ഞാനത് എവിടെയെങ്കിലും സ്ക്രീനിലിടാം. ആൻഡ് ദിസ് ഇസ് സച്ച് എ പിഗ്മെൻറ്റഡ് പാലറ്റ്, പ്ലസ് നല്ല ബ്യൂട്ടിഫുൾ കളറായത്. ലൈക്ക് ഇറ്റ്സ് നോട്ട് എക്സാക്ട്ലി പിങ്ക് പ്ലസ് കോറലിൻ്റെ ഒരു മിക്സ്. എനിക്കൊന്നും ഇതിൻ്റെ പേരും അങ്ങനെ എന്തോ, എനിക്ക് ഷെയ്ഡ് നെയിം എക്സാക്ട്ലി ഓർമ്മയില്ല. We just look at the pigment. ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചേ ഉള്ളൂ. ഇറ്റ്സ് സൂപ്പർ പിഗ്മെൻറ്റഡ്. നിങ്ങളിത് വാങ്ങിയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല ലൈറ്റ് ഹാൻഡ് വെച്ച് വേണം ഇത് അപ്ലൈ ചെയ്യാൻ, അല്ലെങ്കിൽ പണി കിട്ടും. ഓക്കെ, ബട്ട് ഇഫ് യു someone who love a good എന്താ പറയുക പൗഡേർഡ് ബ്ലഷ്,
നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഒന്ന് വേണമെങ്കിൽ അല്ലെങ്കിൽ എൻറ്റയർ ഡേ ലാസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഒന്ന് വേണമെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി പിക്ക് ദിസ് വൺ അപ്പ്. നല്ല ഷെയ്ഡ് അത്. പക്ഷേ നമുക്കത് ഈസിയായിട്ട് ബ്ലെൻഡ് ചെയ്യാം. ലൈക്ക് ലുക്ക് അറ്റ്, ഞാൻ ആകെ ആ ഒരു ഡിപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ബട്ട് ജസ്റ്റ് ലുക്ക് അറ്റ് ദാറ്റ് ഷൈൻ. ഇതിന് ചെറിയൊരു ഷിമ്മർ പാർട്ടിക്കിൾസ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു സ്വാച്ച് കാണിച്ചു തരാം. സോ യെസ്, ദിസ് ഈസ് ഹൗ ദ ഷെയ്ഡ് ലുക്സ് ലൈക്ക്. എനിക്കറിയില്ല നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന്. ബട്ട് യാ, ഇറ്റ്സ് എ പ്രിറ്റി ഷെയ്ഡ് പ്ലസ് ഇറ്റ്സ് വെരി നൈസ്. ഓൾസോ ഈ ഒരു ബ്ലഷിൻ്റെ അകത്ത് നല്ല ചെറിയ ചെറിയ ഷിമ്മർ പാർട്ടിക്കിൾസ് ഉണ്ട്, അത് ഞാൻ എടുത്ത് പറയണം. ബട്ട് ഇറ്റ്സ് വെരി മൈൽഡ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ബ്ലൈൻഡിങ് ആയിട്ടുള്ള ഹൈലൈറ്റോ വല്ല ഫീലൊന്നും കിട്ടില്ല. ഇറ്റ്സ് ഗോണ ബി ലൈക്ക് എ വെരി സട്ടിൽ ഗ്ലോ കിട്ടാനുള്ള ടൈപ്പ് ഓഫ് ഷിമ്മർ. അത്രയേ ഉള്ളൂ. സോ ഇഫ് ദാറ്റ് ഇസ് സംതിങ് യു ലൈക്ക്, യു വിൽ ലവ് ദിസ്. നെക്സ്റ്റ് നമുക്ക് കുറച്ച് ഹൈലൈറ്ററും കൂടി ആഡ് ചെയ്യാം. ഞാൻ യൂഷ്വലി ഹൈലൈറ്റേഴ്സ് ഒട്ടും യൂസ് ചെയ്യാത്ത ഒരാളാണ്. വേറൊന്നുമല്ല, എനിക്കങ്ങനെ ഹൈലൈറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് ഇഷ്ടമല്ല. ബട്ട് സിൻസ് ഇറ്റ്സ് എ ഫെസ്റ്റീവ് മേക്കപ്പ് ലുക്ക്, നമുക്ക് കുറച്ച് ഹൈലൈറ്റർ ആഡ് ചെയ്യാം. ദിസ് ഇസ് ഫ്രം കിറോ. അവരുടെ പ്രിസം പെർഫെക്റ്റ് ഹൈലൈറ്റർ ആണ് ഇൻ ദ ഷെയ്ഡ് സാൻഡി റോസ് പ്ലസ് പേർലീസ് ബ്രോൺസ്. പ്ലസ് വരാൻ കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഒന്നല്ല ബട്ട് 2 ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഉണ്ട്. കെൻ യു സീ? യാ. സോ ഞാനിതിൽ ലൈറ്റർ ഷെയ്ഡ് ആണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇതൊരു ബ്ലൈൻഡിങ് ഹൈലൈറ്റർ വരെ ആയി മാറാൻ ചാൻസ് ഉള്ളൊരു ഹൈലൈറ്ററാണ്. ബിക്കോസ് ഇറ്റ്സ് ദാറ്റ് ലൈക്ക്, കെൻ യു സീ ദ ഷൈൻ? ഓ യെസ്, യു കെൻ സീ ദ ഷൈൻ. ഇറ്റ്സ് വെരി നൈസ്. പക്ഷെ ഇതിനൊരു ഗോൾഡൻ ഷൈനാണ്. എൻ്റെ അടുത്ത് എനിക്കൊന്ന് ഇത് കൂടാണ്ട് പിന്നെ പാക്കിൻ്റെ ഒരു ഹൈലൈറ്റർ മാത്രമേ ഉള്ളൂ. ദാറ്റ്സ് ഓൺ ദ സിൽവർ സൈഡ്. സോ യാ, a little on my nose and a little on my chin, and നമ്മുടെ highlighter is done. സോ നമ്മുടെ മേക്കപ്പ് ലുക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാനായി. അടുത്തതായിട്ട് ഫോർ മൈ ലിപ്സ് ഐം ഗോണ യൂസ് മാൾസിൻ്റെ ഈ എഡ്ജ് ഓഫ് ഡിസയർ ലിപ് ലൈനർ. ദിസ് ഈസ് ഇൻ ദ ഷെയ്ഡ് ബെറി സ്പ്ലാഷ്. നല്ലൊരു ബ്യൂട്ടിഫുൾ ബെറി പിങ്ക് ഷെയ്ഡാണ്. ബൈ ദ വേ ഗൈസ്, ഐ ലവ് ലൈനിങ് മൈ ലിപ്സ്. ലിപ്പ് ലൈനർ ഇടാണ്ട് ലിപ്സ്റ്റിക് ഇട്ടാൽ എനിക്കൊരു എന്തോ പോലെയാണ്. ബിക്കോസ് യു നോ ദാറ്റ്സ് ദ പവർ ഓഫ് ലിപ്പ് ലൈനർ. നിങ്ങൾ ലിപ്പ് ലൈനർ യൂസ് ചെയ്ത് തുടങ്ങിയാൽ then there's no going back. Next for lipstick, ഞാൻ ഈ ഫേസസ് കാനഡിൻ്റെ ലിപ്സ്റ്റിക് ആണ് യൂസ് ചെയ്യുന്നത്. അവരുടെ HD ലിപ്സ്റ്റിക് ആണ്, അൾട്ടിമേറ്റ് പ്രോ HD ലിപ്സ്റ്റിക്. ദിസ് ഇസ് ഇൻ ദ ഷെയ്ഡ് ടീ റോസ്. എ ബ്യൂട്ടിഫുൾ പിങ്കിഷ് മോവിഷ് സോർട്ട് ഓഫ് എ ഷെയ്ഡ്. ഇതൊരു പുഴ ലിപ്സ്റ്റിക് ആണ്, ബട്ട് ഇറ്റ് ഗിവ്സ് എ വെരി സോഫ്റ്റ് മാറ്റ് ഫിനിഷ് ഓൺ യുവർ ലിപ്സ് ആൻഡ് ഇറ്റ് വിൽ ലാസ്റ്റ് യു ദി എൻറ്റയർ ഡേ. Actually, this is one of my current favorites. Finally, it's festive season, so of course, നമുക്ക് ആ ഒരു ഗ്ലോ വേണം. അതിനായിട്ട് തന്നെ I'm going to use ഈ ഒരു Swiss Beautyൻ്റെ Crease Makeup Fixer. Now, this gives a very dewy finish to your makeup and it holds your makeup the entire day. ഇത് കൂടാണ്ട് എൻ്റെ അടുത്തുള്ളത് മാൾസിൻ്റെതാണ്. That has a matte finish. അതെനിക്ക് അത്ര ഇഷ്ടമല്ല because I am more of a glowy look ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഗൈസ്, എ പ്രോ ടിപ്പ്, ഇൻ കേസ് നിങ്ങൾ പിന്നെ നല്ലോണം എന്താ പറയുക ഐ മേക്കപ്പ് അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന പോലെ കുറച്ച് കളേഴ്സും കാര്യമൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സെറ്റിംഗ് സ്പ്രേ അഥവാ മേക്കപ്പ് ഫിക്സർ യൂസ് ചെയ്തതിന് ശേഷം മേക്ക് ഷുവർ അത് നല്ലോണം ഡ്രൈ ഔട്ട് ആയതിന് ലൈക്ക് അതൊന്ന് നല്ലോണം ബ്ലോ ചെയ്ത് അത് കംപ്ലീറ്റ്ലി സ്കിന്നിൽ അബ്സോർവ് ആയതിനു ശേഷം മാത്രം കണ്ണ് തുറക്കുക. അതല്ലെങ്കിൽ അത് സ്മഡ്ജ് ആവും. സോ യെസ്, ജസ്റ്റ് കീപ് ദാറ്റ് ഇൻ മൈൻഡ്. സോ യെസ്, ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? ഭംഗിയില്ലേ? ഇതോടുകൂടി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ഞാൻ എന്തുകൊണ്ടാണ് സംസാരിച്ചിട്ടുള്ള മേക്കപ്പ് ട്യൂട്ടോറിയൽസ് അധികം ചെയ്യാത്തത്. വേറൊന്നും കൊണ്ടല്ല, ലിറ്ററലി ഞാൻ ഒരു അറ്റത്തും സംസാരിച്ച് ഞാൻ വേറെ എവിടേക്കും എത്തും. ബട്ട് ലെറ്റ് മീ നോ ഇഫ് യു ഗൈസ് വാണ്ട് ടു വാച്ച് മോർ വീഡിയോസ് ഓഫ് ദിസ് സോർട്ട്. ഐ വുഡ് ലവ് ടു മേക്ക് ദം. ഇറ്റ് വാസ് സോ മച്ച് ഫൺ. എനിവേ, ഇന്നത്തെ മേക്കപ്പ് ലുക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ സൂപ്പർ സിമ്പിൾ ആൻഡ് സട്ടിലാണ്. ആൻഡ് ജെനുവിൻലി ഐ ലവ് മൈ ഐ മേക്കപ്പ് ടുഡേ. എനിക്ക് നല്ലൊരു ഓംബ്രെ എഫക്റ്റ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം. പറ്റുമെങ്കിൽ ഈ ലുക്ക് ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് നോക്കുക. ആൻഡ് പറ്റുമെങ്കിൽ ആ റീക്രിയേറ്റഡ് ലുക്സിൻ്റെ ഫോട്ടോസോ വീഡിയോസോ എനിക്ക് അയച്ചു തരാം. യു ഗൈസ് നോ ഹൗ മച്ച് ഐ ലവ് സീയിങ് യുവർ റീക്രിയേറ്റഡ് വീഡിയോസ് ആൻഡ് ഫോട്ടോസ് ആൻഡ് സ്റ്റാഫ്. സോ യെസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം അറിയാലോ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ദാറ്റ് വുഡ് മീൻ ദ വേൾഡ് ടു മീ. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ യത്താഷിസ്.